അക്ഷമരായി നിൽക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും കൊടും വെയിലത്ത് ഉഷ്ണിച്ച് വേർത്ത് കുളിച്ച് എത്രയോ പേര് പുറത്ത് കസേരയുമില്ലാതെ ദൂരെ നിൽക്കുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ അഭിവാദ്യം. മാധ്യമ സുഹൃത്തുക്കൾ, മറ്റുദ്യോഗ സുഹൃത്തുക്കൾ, കലാകാരന്മാർ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ആദ്യമേ ഞാൻ മനസ്സ് നിറഞ്ഞ് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മൂർഖൻ പറമ്പ് പോലൊരു പട്ടിക്കാറ്റിൽ വിമാനമിറങ്ങണമെന്ന് സ്വപ്നം കണ്ട ആ സ്വപ്നജീവികളായ പഴയകാല നമ്മുടെ ആ ദീർഘദൃഷ്ടിയുള്ള ഇതിൻ്റെ സ്വപ്നം കണ്ട ആൾക്കാരെയാണ്. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഒറ്റയാൻ പോരാട്ടമല്ല, ടീം വർക്കാണ്, കൂട്ടായ്മയാണ്. റിലേ റേസ് പോലെയാണ്. പലരും ഓടി ഓടിയാണ് അവസാനം ട്രോഫി നേടുന്നത്. ഒരു കൂട്ടർ തുടങ്ങും, വേറെ കൂട്ടർ അവസാനിപ്പിക്കും, മറ്റു കുട്ടികൾ ഇടയ്ക്ക് കയറി ഓടും. ഇതിലാരെങ്കിലും ഒരാൾ സ്റ്റോറി ഓടിയാൽ പിന്നെയും നീണ്ടുപോകും, ചിലർ തോറ്റുപോകും. അതാണ് വികസനത്തിൻ്റെ പ്രത്യേകത. ഇത് യഥാർത്ഥത്തിൽ ഒരു റിലേ റേസ് തന്നെയാണ്. പലരും മാറി മാറി നേതൃത്വം കൊടുത്ത് തുടങ്ങിയൊരു പദ്ധതിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനാരംഭം മുതൽ ഇപ്പോൾ വരെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വേണ്ടത് ഇവിടെ മോഡൽ വിമാനം, ഇന്ന് ഞാൻ ഹെലികോപ്റ്ററിലാണ് കോഴിക്കോട്ട് നിന്ന് ഉമ്മൻചാണ്ടിയും ഞാനും വന്നിറങ്ങിയത്. 2 വർഷം കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തു നിന്നും വിദേശത്തു നിന്നുമെല്ലാം ശരിയായ വിമാനത്തിൽ എല്ലാവർക്കും വന്നിറങ്ങാൻ കഴിയും. കണ്ണൂരുകാർക്കെല്ലാം മംഗലാപുരത്തും കോഴിക്കോടും പോകാതെ ഇവിടെ നിന്ന് തന്നെ വിമാനം കയറാൻ സാധിക്കും. ബാബുവിൻ്റെ യഥാർത്ഥ ചലഞ്ച്, ശ്രീ കുര്യൻ്റെ യഥാർത്ഥ ചലഞ്ച് ഈ റിലേ റേസിൽ അവസാനം ഓടി തളരാതെ ട്രോഫി നേടുക എന്നുള്ളതാണ്. 2015 ഡിസംബർ തന്നെ ഇവിടെ വിമാനം ഇറക്കാനുള്ള ധീരമായ നേരം നൽകുവാൻ അദ്ദേഹത്തിനും കൂട്ടുകാർക്കും കഴിയട്ടതിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. എനിക്കത് ഏറ്റവും സന്തോഷമുള്ളത്, നേരത്തെ ബാബുയോട് സൂചിപ്പിച്ചതുപോലെ, ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ ഏജൻസികളും വളരെ സൂക്ഷിച്ച് ചെയ്യുന്നവരാണ്. സമയമെടുക്കും. എൻ്റെ വകുപ്പ് അക്കാര്യത്തിൽ കുറെ കൂടി സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വിമാനത്തിന് വേണ്ടി, വിമാനത്താവളത്തിന് വേണ്ടി ആദ്യമായി സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കാൻ കഴിഞ്ഞത് കേന്ദ്ര പ്രതിരോധ വകുപ്പിലാണ്. അക്കാര്യത്തിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം ഇന്ന് നാട്ടുകാരെ പോലെ തന്നെ ഇവിടെ എത്രയും വേഗം ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകണം എനിക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ഇന്ന് വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ വളർച്ചയിൽ അതിൻ്റെ അർഹമായ തോത് ഓഹരി കിട്ടാത്തൊരു പ്രദേശമാണ് വടക്കേ മലബാർ. വടക്കേ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. ഒരു സംശയമില്ല, വിമാനത്താവളം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ, തലശ്ശേരിയിൽ, കണ്ണൂര്, മട്ടന്നൂര്, കൂത്തുപറമ്പ് ഈ പ്രദേശത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിവേഗത്തിൽ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറും, അതിവേഗ വികസനം വരും. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പിന്നോക്ക പ്രദേശമായ വടക്കേ മലബാറിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി ഈ പ്രദേശത്തിൻ്റെ അതിവേഗത്തിലുള്ള വികസനത്തിന് സഹായകരമാകുന്ന വിമാനത്താവള പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാൻ എന്തൊക്കെ സൗകര്യം വേണമോ അതെല്ലാം നാം ഒരുമിച്ച് ചെയ്യണം. ഇന്ന് കേരളം വികസനത്തിന് പാകമായ ഒരു സംസ്ഥാനമാണ്.
അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ കടത്തിവെട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് വേണ്ടത് ഇച്ഛാശക്തിയും കൂട്ടായ്മയുമാണ്. ഒറ്റയ്ക്കോടി ആർക്കും ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. എനിക്ക് ഈ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ കണ്ടൊരു സന്തോഷം, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് സഹകരിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മ നിലനിർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ മൂർഖൻ പറമ്പിൽ വിമാനമിറങ്ങുന്നത് കാണാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ. ഈ സ്വപ്നപദ്ധതിയായിരുന്ന കണ്ണൂർ വിമാനത്താവളം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് ആദ്യകാലം മുതൽ നേതൃത്വം കൊടുത്ത സഹകരിച്ച പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഈ ബാറ്റൺ ഏറ്റെടുത്ത് അവസാനം ട്രോഫി വാങ്ങാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ സുഹൃത്തുക്കളെയും പ്രത്യേകിച്ച് കെ ബാബുവിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു, ആശംസകൾ നേരുന്നു. ഇവിടെ സ്ഥലമെടുപ്പ് കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒരു തർക്കവുമില്ലാതെ സഹകരിച്ച ഈ പ്രദേശത്തെ നാട്ടുകാര്, രാഷ്ട്രീയ കക്ഷികള്, മറ്റ് സംഘടനാ നേതാക്കന്മാരെ എല്ലാം ഒരു പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാ സ്വപ്നം നാം എല്ലാം ആഗ്രഹിക്കുന്ന പോലെ 2015 വർഷാന്ത്യത്തിൽ ഇവിടെ വിമാനമിറങ്ങി സാക്ഷാത്കരിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പണി തുടങ്ങിയത്. മൈക്ക് കൂടി ഔപചാരികമായി എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിലാണ് ഇവിടെ നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂരിലെ എയർപോർട്ട് എന്ന് പറയുന്നത് വടക്കേ മലബാറിൻ്റെ വികസനത്തിൻ്റെ ഒരു വാതായകം തന്നെയാണ്. ഇവിടെ ബഹുമാനായ പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചതുപോലെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ മോഹവുമായി നടക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകും മുളക്കവും കൂടിയാണ് ഇവിടെ നിന്ന് വിമാനം പറന്നു എന്നതുകൂടി യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. 2015 അവസാനത്തോടുകൂടി മട്ടന്നൂരിലെ മൂർഖൻ പറമ്പിൽ നിന്നും വിമാനമിറങ്ങുന്ന ആ ഒരു സുന്ദര ദിവസത്തെ കണ്ണൂരിലെ ജനങ്ങൾ, മലബാറിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കിക്കാണും. അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും വലിയ നാഴികക്കല്ലായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ പ്രതിരോധ മന്ത്രി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രതിരോധ സേനയുടെ ഹെലികോപ്റ്റർ ഇന്ന് മൂർഖൻ പറമ്പിൽ ഇറങ്ങിയത്, ഇന്നലെ ഇന്നുമായി ഇറങ്ങിയത് തന്നെ കണ്ണൂരിൻ്റെ ഈ വിമാന ചിറകുകൾക്കുള്ള ഏറ്റവും ശക്തമായ സൂചന നൽകിക്കൊണ്ടാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കേന്ദ്ര മന്ത്രിസഭ ആരാധ്യനായ പ്രധാനമന്ത്രി മോണിറ്റർ ചെയ്യുന്ന 2 എയർപോർട്ടുകളിൽ ഒന്നാണ് കണ്ണൂർ എയർപോർട്ട്. ഒന്ന് ഗോവയും ഒന്ന് കണ്ണൂരും. ഈ 2 എയർപോർട്ടുകൾ 2 മാസം കൂടുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് റിവ്യൂ ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പദ്ധതിയിൽപ്പെടുന്നതാണ് ഈ 2 എയർപോർട്ടുകൾ. ആരാധനായ ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡിഫൻസ് ക്ലിയറൻസ് അടക്കമുള്ള എൻവിറോൺമെന്റൽ ക്ലിയറൻസ് അടക്കമുള്ള ഏറ്റവും പ്രയാസമുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിയുടെ അടക്കം നേതൃത്വത്തിൽ നടത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കാണിക്കുന്ന ഏറ്റവും സജീവമായ താല്പര്യമാണ്. കണ്ണൂരിൽ വിമാനത്താവളം ഏറ്റവും വേഗം സാധ്യതപ്രായമാകണം എന്നുള്ളതല്ല കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സങ്കല്പമാണ്. 45ഓളം എയർപോർട്ടുകൾ, ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിൽ ആകമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചവയ്പ്പാണ് അത്. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ബാബുവിടെ സൂചിപ്പിക്കുകയുണ്ടായി, വളരെ വേഗതയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കണ്ണൂർ എയർപോർട്ടിന്റെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ. എനിക്കേറെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. PPP മോഡലുകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ മോഡൽ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന മോഡൽ വേറെ ഒന്നുമല്ല, കൊച്ചി സിയാൽ തന്നെയാണ്. സിയാലിനപ്പുറം ഒരു മോഡൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ കാരണം.
പാവപ്പെട്ടവന്റെ പൈസ എടുത്ത് നമ്മൾ പൊതു ഖജനാവിൽ നിന്നെടുത്ത് പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് കൂടി മനസ്സിലാക്കണം. അത് സിയാൽ തന്നെയാണ് ഏറ്റവും നല്ല ഇന്ത്യയിലെ ഈ മോഡൽ. ആ മോഡൽ തന്നെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ മോഡലാണ് കണ്ണൂരിൽ വരാൻ വേണ്ടി പോകുന്നത്. സ്വകാര്യ പങ്കാളിത്തം വളരെ കുറഞ്ഞ് പൊതുമേഖലാ പങ്കാളിത്തം ഏറ്റവും കൂടിയിട്ടുള്ള ഒരു എയർപോർട്ടായിട്ടാണ് കണ്ണൂർ എയർപോർട്ട് മാറുന്നത്. അതിൽ 26% ബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ എയർപോർട്ട് അതോറിറ്റിയുടെ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഈ എയർപോർട്ടിൽ നിക്ഷേപിക്കാനും 26% എയർപോർട്ട് എടുക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും അംഗീകരിച്ച് കേരള ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അത് കേരള ഗവൺമെന്റിനെ തിരിച്ചറിയിക്കുന്ന മുടക്ക് അതിനാവശ്യമായ MOU സൈൻ ചെയ്യുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി ഇവിടെ സൂചിപ്പിക്കാൻ മാത്രമായി സന്ദർഭം വിനിയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമി ഏറ്റെടുക്കലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം, കോഴിക്കോട് വിമാനത്താവളത്തിൽ ഏറ്റവും പ്രയാസം ഭൂമി ഏറ്റെടുക്കുന്നത്. അവസാനം 88 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് നടക്കുന്നില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. തിരുവനന്തപുരത്തിന്റെയും പ്രശ്നം അതാണ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു എയർപോർട്ട് ഇപ്പൊ ആ എയർപോർട്ടുകളുടെ പട്ടികയിലാണ് കണ്ണൂർ എയർപോർട്ട് വന്നു ചേർന്നിരിക്കുന്നത്. അടിസ്ഥാനപരമായി പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, റൺവേ വികസനത്തിന് കുറച്ച് ഭൂമി കൂടി ആവശ്യമായിട്ട് വരും. അതുകൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ എയർപോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ നിന്നായി മാറാനുള്ള അടിസ്ഥാന സൗകര്യം ഇവിടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ പങ്കിടാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ബാബുവിന്റെ വളരെ നല്ല എഫേർട്ട്, വളരെ സിൻസിയർ എഫേർട്ട് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എല്ലാ ചുവപ്പ് നാടുകളും മാറ്റിയെടുക്കുന്നതിനുള്ള ആ നല്ല എഫേർട്ടാണ് ഇതിലേക്ക് ഇപ്പോഴെത്തിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ CK നായനാരുടെയും അതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയുടെയും ഒക്കെ കാലത്തെടുത്ത ഇനിഷ്യേറ്റീവിനെ കൂടി അംഗീകരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Release of the KL Handbook by the Honorable Union Minister of State for Home Affairs, Shri Mullapalli Ramachandran. ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ജനനായകന്മാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സകല മംഗളങ്ങളും ആശംസിക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഒരു വിമാനത്താവളത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചടങ്ങിൽ സംബന്ധിക്കാൻ ഞങ്ങൾക്കൊക്കെ തന്നെ അവസരമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് ആ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് അന്നത്തെ വിമാനത്താവളത്തിൻ്റെ കൂടി ചുമതലയുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വിമാനത്താവളം യാതൊരു സാഹചര്യത്തിലും സ്വകാര്യ ഉടമയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളമാക്കി മാറ്റരുതെന്ന് പല വിമാനത്താവളങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുള്ള ഒരാളെന്ന രൂപത്തിൽ ഞാനൊന്ന് പറയുകയുണ്ടായി. ഏറ്റവും നല്ല മോഡൽ സിയാലാണ് എന്ന് അന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും ഈ സദസ്സിൽ വെച്ച് സംസാരിക്കാനും സാധിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ VS അച്യുതാനന്ദൻ അവർ 100% അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറെക്കുറെ സ്വകാര്യ ഉടമകൾ റാഞ്ചി കൊണ്ടുപോകാൻ കാത്തിരുന്ന ഈ വിമാനത്താവളം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ തന്നെ സംരക്ഷണത്തിൽ സർക്കാരിൻ്റെ ഉടമയിൽ തന്നെ സ്ഥാപിക്കപ്പെടുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രശസ്തമായ വിമാനത്താവളമായി മാറാൻ പോവുകയാണ്. ഈ വിമാനത്താവളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനായ CM ഇബ്രാഹിം അവരുടെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ബാബു സൂചിപ്പിക്കുകയുണ്ടായി. ആ ഇബ്രാഹിമാണ് മലബാറുകാരുടെ ചെറുകാല സ്വപ്നമായ ഈ കണ്ണൂർ വിമാനത്താവളം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ആദ്യത്തെ വിത്തുപാകിയ മനുഷ്യൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അന്ന് കേന്ദ്രത്തിൽ സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്നു, ദേവഗൌഡയുടെ മന്ത്രിസഭയിൽ. ഒരു ദിവസത്തെ കാലത്ത് സൗത്ത് അവനിലെ എൻ്റെ 4-ാം നമ്പർ വീട്ടിലേക്ക് അദ്ദേഹം വന്ന് ഞാൻ ഓർക്കുന്നു. പ്രഭാതത്തിൽ അദ്ദേഹം വന്ന് കണ്ണൂർ വിമാനത്താവളം സംബന്ധമായി 2 ദിവസത്തിനുള്ളിൽ കഴിയാവുന്നിടത്തോളം ഒരു പഠനം നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എനിക്ക് തരണം, ഒരു ഫീസിബിലിറ്റി, ഒരു സ്റ്റഡി പോലെ ഒരു സാധനം എനിക്ക് തരണം, ഇത് ക്യാബിനറ്റിൽ വെക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല ആശങ്കകളും വെക്കുകയുണ്ടായി. ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള വിഷമം അദ്ദേഹത്തോട് പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളമുണ്ട്, അതുപോലെ മംഗലാപുരത്ത് വിമാനത്താവളമുണ്ട്. അതിനിടയിൽ നമുക്കൊരു വിമാനത്താവളം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ തികഞ്ഞ ശുഭാപ്തി വിശ്വാസിയായ ശ്രീമാൻ ഇബ്രാഹിം ആ കാര്യം
നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയ സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ സിവിൽ വ്യോമയാന മന്ത്രാലയത്തിലെ പഴയ ഫയലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞാണ്. ഞാൻ ഇബ്രാഹിമിനെ ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. സിയാലുമായി ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാന്യനായ ശ്രീമാൻ ബാബുവിനെയും ഞാൻ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വേണു ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ PPP മോഡൽ എന്ന് പറയുന്ന മോഡൽ അത് സത്യത്തിൽ എവിടെയൊക്കെ തന്നെ പരീക്ഷിക്കപ്പെട്ടു, അവിടെയൊക്കെ തന്നെ നമ്മുടെ അനുഭവം എന്താണെന്ന് നമ്മൾ ഒന്ന് അന്വേഷിച്ച് നോക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ വിമാനത്താവളം നാളെ ഇവിടെ മനോഹരമായ അതിൻ്റെ കെട്ടിടങ്ങൾ വന്ന് ആദ്യത്തെ വിമാനം ഇറങ്ങുമ്പോൾ ഈ വിമാനത്താവളം ആരുടെ പേരിൽ അറിയപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സംശയം വേണ്ട, സാമ്രാജ്യത്വ അതിഥിവേശത്തിനായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പഴശ്ശിത്തമ്പുരാന്റെ പേരിലായിരിക്കണം ഈ വിമാനത്താവളം. ഇത് സംബന്ധമായി ഒരു ഡിസ്പ്യൂട്ടും ആവശ്യമില്ല. ഈ നാട്ടിനെ സ്നേഹിക്കുന്ന ധീര ദേശാഭിമാനികളായ ആളുകളെ അനുസ്മരിക്കുന്ന നമ്മളൊക്കെ തന്നെ ആ പഴശ്ശിത്തമ്പുരാന്റെ പേരിൽ ഈ വിമാനത്താവളം തീർച്ചയായിട്ടും അറിയപ്പെടണം എന്ന ആഗ്രഹമുണ്ട്. എങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അത്തരമൊരു തീരുമാനം എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസ അർപ്പിക്കുന്നു. ഈ വിമാനത്താവളം കൃത്യസമയത്ത് പൂർത്തിയാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനായ ശ്രീമാൻ VJ കുര്യൻ, അദ്ദേഹമാണ് സിയാലിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മനുഷ്യൻ. അദ്ദേഹമാണ് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വപ്നം താമസിയാതെ പൂവണിയുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ശ്രീമാൻ ചന്ദ്രബോലി എന്നോട് വേണു പറയുകയായിരുന്നു, ഏറ്റവും ഇൻ്റഗ്രിറ്റിയുള്ള ഓഫീസറാണ് ശ്രീമാൻ ചന്ദ്രബോലി എന്ന കാര്യം. ചന്ദ്രബോലിയും കുര്യനും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ നാട്ടിൽ ആളുകൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രതീകാത്മകമായ ചെക്ക് BPSL നിന്നും സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന ഏവിയേഷൻ വകുപ്പ് മന്ത്രി ശ്രീ K. ബാബു അവർകളെ ക്ഷണിക്കുന്നു. BPCLന് വേണ്ടി ചെക്ക് കൈമാറുന്നത് BPCL കേരള ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ പ്രസാദ് പണിക്കരാണ്. Awarding of the engineering consultancy for integrated terminal building to KITCO by the Honorable Minister for Planning, Economic Affairs and Rural Development, Government of Kerala, Shri K.C. Joseph. ചടങ്ങിൻ്റെ അധ്യക്ഷനായ ബഹുമാനനായ മുഖ്യമന്ത്രി, ഉദ്ഘാടകൻ ബഹുമാനനായ കേന്ദ്രമന്ത്രി ശ്രീ A.K. ആൻ്റണി, വേദിയിലുള്ള കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരുടെയും പേര് പറയേണ്ടതെന്നാണ് എന്നോട് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആരുടെയും പേര് ആവർത്തിക്കുന്നില്ല. ഇന്നിവിടെ ഉത്തര മലബാറിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു പുണ്യ മുഹൂർത്തമാണ്. വളരെയേറെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവ നിൽക്കുമ്പോഴുണ്ട്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എല്ലാം ആരംഭിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം. കൊച്ചി മെട്രോ റെയിൽവേ സമയബന്ധിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ 2015 ഡിസംബറിൽ വിമാനമിറങ്ങാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും മോണോ റെയിൽ യാഥാർത്ഥ്യമാകുന്നു. വളരെയേറെ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായും ഉത്തര മലബാറിൻ്റെ വലിയ ഒരു സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന മൂർക്കൻ പറമ്പല്ല, ഇന്ന് കാണുന്ന മട്ടന്നൂരല്ല, 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ നാടിൻ്റെ മുഴുവൻ മുഖച്ഛായ മാറാൻ പോകുന്ന ഈ വമ്പിച്ച വികസന പദ്ധതി തീർച്ചയായും നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷകൾ സാഫല്യമായ മുഹൂർത്തമാണ്. ബഹുമാന ശ്രീ A.K. ആൻ്റണി പ്രതീകാത്മകമായി നിലവിളക്ക് ഉദ്ഘാടനം ചെയ്തതെങ്കിലും അദ്ദേഹം ഇവിടെ ഈ കണ്ണൂരിൻ്റെ വിമാനത്താവളത്തിൻ്റെ ഗ്രൗണ്ടിൽ വിമാനത്തിലിറങ്ങി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഒരു കാര്യം പറയാനുള്ളത്, ശ്രീ K. ബാബു കാണിച്ച പ്രത്യേകമായ ഇനിഷ്യേറ്റീവ്, വിഴിഞ്ഞം തുറമുഖവും കണ്ണൂർ വിമാനത്താവളവും
യാഥാർത്ഥ്യമാകില്ലെന്ന ആശങ്ക പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. കാരണം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, തടസ്സവാദങ്ങൾ അതെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടും ശ്രീ കെ ബാബുവിൻ്റെ പ്രവർത്തന